ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ 100 പേരെ റൈഡിങ് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുള്ളറ്റ് ഓടിക്കാനായിട്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ ആദ്യത്തെ വ്യക്തിയെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാളാണ്, എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ വരുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്, സിബി. ഹായ് സിബി. ഹായ്. എൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ടോ? കാണാറുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം കാണാറുണ്ട് സമയം പോലെ. ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കാൻ എന്നുള്ള കാരണം എന്താ? ഹസ്ബൻഡിന് ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ ആളുടെ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന്, പക്ഷെ ആൾ പഠിപ്പിച്ചു തന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എന്തായാലും നോക്കാന്ന് ചോദിച്ചു. നമുക്ക് സമയങ്ങളുണ്ടാ തുടങ്ങിയ ഗൈസ്. സിബി, അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തേക്കുന്നതിൽ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത്രയും ദിവസം ഓടിച്ചിരുന്നത് സ്കൂട്ടറാണ്. സ്കൂട്ടറിന് ആക്സിലേറ്റർ, ബ്രേക്ക് ഇത്രയും മാത്രം നോക്കിയാൽ മതി. കാലിനൊന്നും ഒരു പരിപാടിയില്ല, കൈക്കുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഈ സൈഡിൽ ബ്രേക്ക് അല്ല ക്ലച്ചാണ്. കണ്ടാണല്ലോ വീഡിയോ കണ്ടാണല്ലോ. പിന്നുള്ളത് ബ്രേക്ക്, കാലിന്റെ ബാക്ക് ബ്രേക്ക് കാലിന് റൈറ്റ് സൈഡിലാണ് വരുന്നത് ഈ വണ്ടിക്ക്. അതേമാതിരി തന്നെ ഗിയർ ലെഫ്റ്റ് സൈഡിൽ താഴത്തെ കാലിലാണ് വരുന്നത് കേട്ടോ. വണ്ടി ക്ലച്ചും പിടിച്ച് ഗിയർ ഇട്ടിട്ട് പയ്യെ ക്ലച്ച് വിടുന്നതനുസരിച്ചാണ് വണ്ടി മൂവ് ആവുള്ളൂ. മറ്റൊരു ആക്സിലേറ്റർ കൊടുത്താൽ പോകും സ്കൂട്ടർ, പക്ഷേ ഇത് വേറെ ആക്സിലേറ്റർ കൊടുത്താൽ പോലെ ഗിയർ ഇട്ട് പയ്യെ വിടുമ്പോഴാണ് പോകുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പയ്യെ ഒന്ന് അനക്കി നോക്കി നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ആ ഒരു ഫസ്റ്റ് ഗിയർ ഒന്ന് ടച്ച് ആയതിനു ശേഷം നമുക്ക് അടുത്ത ഗിയറൊക്കെ ഇട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് ചവിട്ടി വേണം സ്റ്റാർട്ട് ചെയ്യാണ്ട്, മറ്റേത് സെൽഫാണ്, ഇത് സെൽഫില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ വണ്ടി സെൻറ്ററിൽ നേരെ ആക്കി കയറി ഇരുന്ന് സ്റ്റഡി ആക്കി സ്റ്റാൻഡൊക്കെ തട്ടി മാറ്റിയിട്ട് കിക്കർ വെച്ചിട്ട് അടിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം അത് ഓക്കെ ആയിട്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ ഓക്കെ കഴിഞ്ഞ് ഒന്ന് ബാലൻസ് ആയതിനു ശേഷം നമുക്ക് പയ്യെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, തുടങ്ങിക്കോ. പയ്യെ ക്ലച്ച് വിടാൻ പാടുള്ളൂ. പയ്യെ ക്ലച്ച് വിടണമെങ്കിൽ മാത്രമേ വണ്ടി നൈസായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് ന്യൂട്രാക്കുക നല്ല സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുണ്ട് ഈ ഗിയർ നമ്മൾ ചവിട്ടി താഴത്തോട്ട് ഫസ്റ്റ് ഇട്ട് അതേമാതിരി തന്നെ പയ്യെ മുകളോട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രലൈറ്റ് കത്തും കണ്ടോ. അപ്പോൾ ഈ ന്യൂട്രലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂട്രലൈറ്റ് ആവണമെന്ന് നോക്കാം. അപ്പോൾ അല്ലെങ്കിൽ വണ്ടി ജസ്റ്റ് അങ്ങോട്ട് അനക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗിയർ ഇടാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അനക്കിയിട്ട് ക്ലച്ച് പിടിച്ചിട്ട് ന്യൂട്രാക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ന്യൂട്രലൈറ്റ് കത്തും. ഓക്കെ, അപ്പം ന്യൂട്രലൈറ്റ് കത്തിയിട്ടുണ്ട്. ഗിയർ മാറ്റില്ലെന്നുകൊണ്ട് ഫസ്റ്റ് ഇയർ തന്നെയാണ് ഓടിച്ചു വന്നത്. ഫസ്റ്റ് ഇയർ മാറ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ ഇട്ടിട്ട് ഓടിക്കും. ഇത്രയും വലിയ ഗ്രൗണ്ട് അല്ലേ നമുക്കപ്പോൾ എല്ലാ ഗിയർ ഇടാനുള്ള ഇതുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവുണ്ട് ഒറ്റ ഗിയർ തന്നെയാണ് ഓടിക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ സ്കൂട്ടറല്ലേ അത് ബൈക്കാണ്, നമ്മൾ ഗിയർ മാറ്റുന്നതനുസരിച്ച് സ്പീഡൊക്കെ കൂടുള്ളൂ. അല്ലാതെ എത്ര കൈ കൊടുത്താലും ആ സ്പീഡ് തന്നെ കിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത് സെക്കൻഡ് ഫസ്റ്റ് ഇട്ട് കുറച്ച് ഓടിച്ചിട്ട് സെക്കൻഡിലോട്ട് ആയിക്കോ. അപ്പം നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും, അതിൻ്റെ റേഷ്യോ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് തേർഡിലോട്ട് ആക്കാം കേട്ടോ. പിന്നെ ഫോർത്തും ഫിഫ്ത്തും ഇടാൻ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ്. ഇതിനോട് സ്പീഡ് കൂട്ടിയിട്ട് ഒരു 30-35 ആക്കിയിട്ട് തേർഡും പുറത്തൊക്കെ ഫിഫ്ത്ത് വരെ കിട്ടോ. ഫിഫ്ത്ത് 5 ഗിയറാണുള്ളത്, 5 ഗിയർ ഇടാം കേട്ടോ. അപ്പം അങ്ങനെ ഓടിച്ചു നോക്ക്. ഓക്കെ, നമ്മളിപ്പോൾ എത്ര ഗിയർ വരെ ഓടിച്ച്? തേർഡ് വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഡൗൺ ചെയ്യണം. അപ്പോൾ നമ്മൾ സെക്കൻഡിലാണ്, തേർഡിലൊക്കെ ഫോർത്ത് ഫിഫ്ത്തിലൊക്കെ ഓടിയിട്ട് വണ്ടി സ്ലോ ചെയ്യുന്നതനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്യും. അപ്പോഴാണ് ആ ഒരു റേഷ്യോയിൽ നിർത്താൻ പറ്റുള്ളൂ. ഇനി കുറച്ച് ദിവസം ഓടിച്ച് പ്രാക്ടീസ്. അപ്പോൾ ഇനി ഭർത്താവിൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഓടിക്കുക. അപ്പോൾ സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ കേസ് ഇപ്പോൾ 2-3 മണിക്കൂറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുമാതിരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫുള്ളായിട്ട് കാണിക്കാൻ ഈ 3 മിനിറ്റിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.